ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് ഒരു 4 സവാള ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അതിനായി ഓണിയൻ ഫ്രൈ ആക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലും ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് 4 സവാള 2 സ്റ്റെപ്പായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. സവാള ഒന്ന് വാടി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലും വെച്ച് വളരെ സാവധാനം ഫ്രൈ ആക്കി എടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. അത് ശ്രദ്ധിച്ച് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി ഫ്രൈ ആക്കി എടുക്കണം. അതേ ഓയിലിൽ തന്നെ കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ഫ്രൈ ചെയ്തെടുത്ത് വെക്കണം. ഇനി നമുക്ക് ഒരു 4 ബൾബ് വെളുത്തുള്ളിയും അതിൻ്റെ പകുതി തന്നെ ഇഞ്ചിയും ഒരു 20 പച്ചമുളകും കൂടെ ചതച്ചെടുത്ത് വയ്ക്കാം. 3 തക്കാളി എടുത്ത് വയ്ക്കാം. ഇനി സവാള ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നമുക്കൊരു 4 സവാള വഴറ്റിയെടുക്കേണ്ടതുണ്ട്. 2 കിലോ ചിക്കനും 1.25 കിലോ റൈസുമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവുകളാണ് പറയുന്നത്. സവാള ഒരുപാട് വഴറ്റേണ്ട കാര്യമല്ല. ഒരു പകുതി ഭാഗം വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. ബാക്കി 1/4 ഭാഗം റൈസ് വേവിക്കുമ്പോൾ എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റ് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കിലോ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ തീരെ വെള്ളമില്ലാതെ നന്നായി ഡ്രെയിൻ ചെയ്തെടുത്തതായിരിക്കണം. ചിക്കനും മസാലയുമായി നന്നായി മിക്സാക്കി കൊടുത്ത ശേഷം കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ്റെ പിങ്ക് നിറം മാറി നല്ല വെള്ള നിറമാകുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 തക്കാളി ഇട്ട് കൊടുത്ത് ഓരോ കൈപ്പിടി മല്ലിയിലയും പുതിന ഇലയും ഇട്ട് കൊടുക്കാം. മല്ലിയില എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി പുതിന ഇല എടുത്താൽ മതി. അതിൻ്റെ കൂടെ 1 കപ്പ് തൈരും ഒരു ചെറിയ ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സാക്കി കൊടുത്ത ശേഷം അല്പസമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഒരു 10 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരുന്ന ഓനിയൻ്റെ നേർപകുതി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി റൈസ് വേവിക്കാനായി ഒരു പാൻ ചൂടാവുമ്പോൾ 2.5 സ്പൂൺ നെയ്യും ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 ബേ ലീവ്സ്, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക ചേർത്ത് ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറുന്നവരെ വഴറ്റിയ ശേഷം അതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അല്പം മുന്നിട്ട് നിൽക്കണം. വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് റൈസിൽ വെള്ളം വറ്റി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. അതിനുശേഷം ഫ്ലെയിം സിമ്മിലാക്കാം. ഈ സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ പാലിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സാക്കി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്ത് വയ്ക്കാം. ഇനി ബിരിയാണി ദം ചെയ്യേണ്ട പാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ പീസസ് ഓരോന്നായി എടുത്ത് നിരത്തി വെച്ച് കൊടുക്കാം. അങ്ങനെ മുഴുവൻ ചിക്കൻ പീസസും നിരത്തി വെച്ച് കൊടുക്കണം. ചിക്കൻ പീസസ് എല്ലാം മസാലയോടുകൂടി നിരത്തി വെച്ച് കൊടുക്കാം. അതിന് മീതെ മല്ലിയില പുതിനയില മിക്സ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ടോട്ടൽ റൈസിൻ്റെ നേരെ പകുതി റൈസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചിക്കൻ മസാലയിൽ ബാക്കി വന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. റെഡിയാക്കി വെച്ചിരുന്ന പാലും മഞ്ഞൾപ്പൊടിയും മിക്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. മല്ലിയില പുതിനയില മിക്സ് ചേർത്ത് കൊടുക്കുക. ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. സവാള കാഷ്യൂനട്ട് ഫ്രൈ ചേർത്ത് കൊടുക്കുക. ബാക്കി റൈസ് ചൂടോടെ തന്നെ അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഈ ബാക്കി വന്ന ചിക്കൻ മസാലയുടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക.
നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിയില പുതിനയില മിക്സ് ചേർത്ത് കൊടുക്കുക. പാലിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും മിക്സ് ചേർത്ത് കൊടുക്കുക. ഓനിയൻ കാഷ്യൂനട്ട് ഫ്രൈ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായി കവർ ചെയ്ത് കൊടുത്തിട്ട് ലിഡ് കൊണ്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ച് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെച്ച് കൊടുക്കുക. തീ ഓഫാക്കി അരമണിക്കൂർ ദമ്മിൽ വെച്ച ശേഷം തുറന്ന് വേറെ പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒരു തവണ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ രീതിയിൽ വെക്കുമ്പോൾ വളരെ അടിപൊളി ടേസ്റ്റാണ്. കല്യാണ വീടുകളിൽ കിട്ടുന്ന ബിരിയാണിയേക്കാൾ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.